ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് കാണാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു നുള്ള് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഒരു നുള്ള് കടുക്, ഒരു നുള്ള് ഉലുവ, ഒരു നുള്ള് ചെറിയ ജീരകം, ഇത് മൂന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ ഒന്നും അളവ് ഒരുപാട് കൂടരുത്. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. ഇനി ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ജീരകത്തിൻ്റെയൊക്കെ കളറൊന്നും ഒരുപാട് അങ്ങ് ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവുക, അത്രയും മതി. അതായി വരുമ്പോഴേക്കും ഒരു 5-6 വെളുത്തുള്ളി നമുക്ക് ഇടണം. അതുപോലെ തന്നെ 2 വറ്റൽമുളക്, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 7-8 ചെറിയ ഉള്ളിയാണ് കേട്ടോ, സവോള അല്ല, ചെറിയ ഉള്ളി. ഒരു 7-8 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വലിയ ഉള്ളിയാണ് ഒരു 8 ഞാൻ എടുത്തത്. തീരെ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 10 ഒക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 8-10 എടുത്തോളൂ. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5-6 വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് നീളമുള്ള പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 7-8 വലിയ വെണ്ടയ്ക്കാണെങ്കിൽ 7 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു 10 ഒക്കെ എടുക്കാം. എന്നിട്ട് നമ്മുടെ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത്, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന ആ ഒരു പരുവം മതി കേട്ടോ. ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് അത്യാവശ്യം കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഇതുപോലെ ചെറിയൊരു തക്കാളി മതി കേട്ടോ. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ്. അതെടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിയുക, നല്ല പോലെ അരിയണം കേട്ടോ. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ചെറുതായിട്ട് അരിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. വെണ്ടയ്ക്ക ഒന്ന് വാടി തുടങ്ങുമ്പോൾ വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ മത്തങ്ങ ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരെല്ലാം അതൊന്ന് കണ്ട് നോക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ചേർക്കാത്ത മത്തങ്ങ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കാണാത്തവർ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല 1 ടീസ്പൂൺ നിറച്ചെടുക്കണം കേട്ടോ. ലെവൽ ചെയ്തല്ല, കുറച്ചിങ്ങനെ നിറച്ചെടുക്കുക. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്തോളൂ, കാരണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുമ്പോൾ, ഒരുപാട് ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ലൊരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ല പോലെ തിളച്ച് വരട്ടെ. കണ്ടോ, വെണ്ടയ്ക്കൊക്കെ ആ ഒരു വഴുവഴുപ്പോ ഒന്നുമില്ല, കാരണം നമ്മൾ ആ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയല്ലോ. അപ്പോൾ ആ ഒരു വഴുവഴുപ്പൊന്നും വരില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നല്ല പോലെ ഞെരടി പിഴിഞ്ഞ് വെച്ചു.
ഇനി അതിനെ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിക്കുക, ഇളക്കി കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഓരോരുത്തർക്കും പുളിയുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, പിന്നെ വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ആദ്യം തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുളിയായിപ്പോവും. അപ്പോൾ ഒരു 2 നുള്ള് കായപ്പൊടിയാണ്, അതുകൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ആ പുളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട, ഓവർ തിക്കാക്കിയും വെക്കണ്ട. ആ ഒരു രീതിയിൽ വേണം കേട്ടോ എടുക്കാൻ. കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കായപ്പൊടിയൊക്കെ ചേരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ കറിക്ക്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു കഷ്ണം ശർക്കരയാണ്. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ആ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർക്കുമ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ പുളിയൊക്കെ ചേർത്ത് ചെയ്തുകൊണ്ട് തന്നെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് തിളച്ച് ആ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കായപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പരുവാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ തിളയ്ക്കണം. ആ പുളിയുടെ ആ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ചതിന് ശേഷം വേണം നല്ല ലോ ഫ്ലെയിമിലിടുക. നല്ല ലോ ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടൊരു പരുവം. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടോളൂ. ആ പുളിയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് എണ്ണ നല്ല പോലെ തെളിഞ്ഞ് വരും കേട്ടോ. അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. നല്ല ലോയിൽ വെച്ചിട്ട് തുറന്ന് തന്നെ വെച്ചാൽ മതി. എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പം നല്ല പോലെ എണ്ണ തെളിഞ്ഞ് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ടല്ലേ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ നല്ല തെളിഞ്ഞ് വരണം, എണ്ണ തെളിഞ്ഞ് വരണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല മണമാണ് കേട്ടോ. ശർക്കരയും പുളിയും എല്ലാം കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലപോലെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.